മുരളി നാടകോത്സവത്തിൻ്റെ 13ാമത് നാടകം അവതരിപ്പിക്കാൻ ക്ലാപ്സ് ക്രിയേഷൻ അബുദാബിയെ കേരള സോഷ്യൽ സെൻറ്റർ സാദരം സ്വാഗതം ചെയ്യുന്നു. ക്ലാപ്സ് ക്രിയേഷൻസ് അവതരിപ്പിക്കുന്നു സൂചിക്കുഴയിൽ ഒരു യാക്കോബ്. പ്രശസ്ത കഥാകാരൻ TV കൊച്ചുബാവയുടെ അതേ പേരിലുള്ള പ്രശസ്തമായ ചെറുകഥയുടെ സ്വതന്ത്ര രംഗാവിഷ്കാരം. രചനയും സംവിധാനവും രാജീവ് മുളക്കുഴ. യാക്കോബ്, 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 എന്താണ് യാക്കോബ് നിനക്ക് ദൈവത്തോട് ആവശ്യപ്പെടാനുള്ളത്? സ്വർഗതുല്യമായ ഒരു ജീവിതമായിരുന്നു എനിക്ക് ഈ ഭൂമിയിൽ. ഇപ്പോൾ എൻ്റെ കാലം കഴിയാറായി എന്ന് ഞാൻ കരുതുന്നു. മരണശേഷവും സ്വർഗരാജ്യത്തിൽ തന്നെ ഇടം ലഭിക്കണം. ഇഹലോക ജീവിതത്തിൽ അതിന് നീ എന്തു നന്മകളാണ് ചെയ്തത് യാക്കോബ്? ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ നിനക്കറിവുള്ളതല്ലേ? നീ 10 കൽപ്പനകളും ലംഘിച്ചു. നിന്റെ മക്കളെയും നിന്നെപ്പോലെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. ഭക്ഷണത്തിൽ മുടികിടന്നു എന്ന് പറഞ്ഞ് നീ നിന്റെ ഭാര്യയെ തൊഴിച്ചു കൊന്നു. എല്ലാ ദുർമാർഗങ്ങളോടെയും ജീവിച്ച നീ എങ്ങനെ സ്വർഗരാജ്യത്തിന് അവകാശിയായിത്തീരും? ധനവാന്റെ സ്വർഗാരോഹണം ഒട്ടകം സൂചിക്കുഴലിൽ കൂടി കിടക്കും പോലെ എന്ന വചനം നിനക്കറിവുള്ളതല്ലേ യാക്കോബ്? ഇനിയുള്ള കാലം ഞാനും മക്കളും സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ചു കൊള്ളാം. എങ്ങനെയെങ്കിലും സ്വർഗരാജ്യത്തിടം തരപ്പെടണം. ശേഷിക്കുന്ന ജീവിതം നീയും നിന്റെ മക്കളും സൽക്കർമ്മങ്ങൾ ചെയ്യുക യാക്കോബ്. പിന്നെ എല്ലാം ദൈവഹിതം പോലെ സംഭവിക്കട്ടെ. ദൈവത്തിൽ പ്രത്യാശയോടെ ജീവിക്കുക.
സദാ വന്ദനം ചെയ്തിടുന്നേ. നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. ഇത് ധനികനായ യാക്കോബ് മുതലാളിയുടെ ഭവനം. ഇടയ്ക്ക് നിൽക്കുന്നതാണ് യാക്കോബ് മുതലാളി. വലതുഭാഗത്ത് മൂത്ത മകൻ അലോഷ്യസ് ഡോക്ടറാണ്. സ്വന്തമായി ഒരു ആശുപത്രിയുമുണ്ട്. അയാളുടെ ഭാര്യ വിദേശത്തും. ഇടതു നിൽക്കുന്നത് ഇളയവൻ ചാർലി. എടുത്തു പറയാൻ ജോലിയൊന്നുമില്ല. വീട്ടുകാര്യവും നാട്ടുകാര്യവും നോക്കി നടക്കുന്നു. പിയാനോ വായിക്കുന്നതാണ് യാക്കോവിൻ്റെ മകൾ മേഴ്സി. പ്രശസ്ത മൃഗഡോക്ടറായ ആൻ്റണിയാണ് അവളുടെ ഭർത്താവ്. യാക്കോവിന് എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കുന്നത് ഡോക്ടർ ആൻ്റണിയാണ് എന്നൊരു പരിഹാസപ്പറച്ചിൽ നാട്ടിലുണ്ട്. ബന്ധുമിത്രാദികളുണ്ടെങ്കിലും അവരാരും ഇവിടേക്ക് വരികയോ വന്നാൽ വീട്ടിലേക്ക് കയറ്റുകയോ യാക്കോവ് ചെയ്യില്ല. ഇതൊരു നരകം പിടിച്ച ഭവനമാണെന്നും ഇതിൻ്റെ ഓരോ തൂണും നല്ലവരായ കുറേ മനുഷ്യരുടെ ശവകുടീരത്തിനു മേലെ വെച്ച കുരിശുകളാണെന്നുമാണ് അവർ പറയുന്നത്. യാക്കോബിന് 3 മക്കളെ കൊടുത്ത സ്ത്രീയെ ചോറിൽ മുടി കിടന്നു എന്ന് അലറി ഒറ്റ ചവിട്ടിന് ഭൂമിക്കടിയിലേക്ക് ഇറക്കി വിട്ടു എന്നാണ് നാട്ടു സംസാരം. ഇതൊക്കെ ഓരോ സമ്പന്നനുമേൽ കെട്ടിവെക്കുന്ന കഥകളാവാം. അല്ലാതിരിക്കാം. കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് പകരം നമുക്ക് യാക്കോബ് മുതലാളിയെ ഒന്ന് വീക്ഷിക്കാം. വന്ദനം ചെയ്യുന്നു നിന്നടിഞ്ഞ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിഞ്ഞ തിരുനാമത്തിനാദരവാ. നിനക്കെന്തേ ഭ്രാന്ത് പിടിച്ചു? മേഴ്സി, നീ പോയി ഭക്ഷണം കൊണ്ടുവരൂ. ഇതപ്പൻ എന്നെ മനഃപൂർവ്വം കെണിയിൽപ്പെടുത്താൻ ഒപ്പിച്ചെടുത്ത പരിപാടിയാണ്. എനിക്കറിയാം അപ്പം, അപ്പൻ എന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു മകന്റെ സർവനാശത്തിലൂടെ അപ്പന് സ്വർഗരാജ്യം കിട്ടുമെന്ന് വിചാരിക്കുന്നു. പരിശുദ്ധനായ ദൈവം ഒരിക്കലും ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടി നിൽക്കില്ല. ഞാൻ ആണയിട്ട് പറയുന്നു, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പനെന്റെ തല പൊലിച്ചിടണമെന്ന് പറയൂ. ഈ മത്സരപുത്രൻ മുന്നിൽ വന്ന് നിന്നത് ഒരു 17-കാരിയെ കല്യാണം കഴിക്കണമെന്ന് പറയും. ഒന്നല്ല, ഒരു 100 17-കാരികളെ ഞാൻ മുന്നിൽ കൊണ്ട് നിർത്തിത്തരും. അപ്പന് വേണ്ടി മണിയറ. അപ്പന്റെ ഒരു ആഗ്രഹത്തിനും ഈ അനുസരണയുള്ള മകനെതിരല്ല. പക്ഷേ ഇതാണോ എന്റെ ആശുപത്രിക്ക് നേരെയും അതിലൂടെ എന്റെ ആത്മാഭിമാനത്തിന് നേരെയും അല്ലേ അപ്പൻ കത്തിവെച്ചിരിക്കുന്നത്? ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടിയല്ലേ അപ്പൻ പറഞ്ഞു വരുന്നത്? ഈ അപ്പനത്തെ 70-ാം വയസ്സിലും ഇങ്ങനെ ഒരു പൊട്ടബുദ്ധി തോന്നാൻ? ഞാനൊരു ഡോക്ടറാണെന്നുള്ള വസ്തുത മറന്നോ? അപ്പൻ എന്നേക്ക് മരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ഇന്ന ഡോക്ടർ. ഞാൻ പറയുന്നു, അപ്പന് മരിക്കാൻ ഇനിയും കാലങ്ങൾ കഴിയുമെന്ന്. ഷുഗറില്ല, പ്രഷറില്ല, ക്യാൻസറുമില്ല, ഒരു മാന്യന് വരേണ്ടതായിട്ടുള്ള ഒരു അസുഖങ്ങൾ. പിന്നെ ഈ അപ്പൻ കണ്ടോ എന്ന് പറയുന്ന സ്വപ്നം
സ്വപ്ന അതിന്റെ പിറവി എന്നീ വിട്ടുകളഞ്ഞ് നിങ്ങൾ പ്രശ്നത്തിലേക്ക് വാ. സമയം വിലപിടിച്ചതും തിരിച്ചു കിട്ടാത്തതുമാണ്. സ്വപ്ന സംബന്ധമായ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നില്ല. അത് ചാല്. പക്ഷെ എനിക്കതല്ല പ്രശ്നം. എന്റെ ആശുപത്രിയെ ഒരു ധർമാശുപത്രിയാക്കി മാറ്റാനുള്ള അപ്പന്റെ തീരുമാനം അത് നടക്കില്ല. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ അപ്പൻ അയോഗ്യനാണെന്നും ഇനിയുമുള്ള കാലം യാക്കോബും മക്കളും സൽക്കർമ്മങ്ങൾ ചെയ്ത് യോഗ്യത നേടണമെന്നുമാണല്ലോ മാലാഖ സ്വപ്നത്തിൽ പറഞ്ഞത്. ശരി, സമ്മതിച്ചിരിക്കുന്നു, നല്ല കാര്യം. പക്ഷെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേറെ എന്തെല്ലോ വഴികൾ കിടക്കുന്നു. നമുക്ക് ആ വഴികൾ കൂടെ ഒന്ന് ചിന്തിച്ചുകൂടെ? വേണമെങ്കിൽ സംഗീതക്കാരി മേഴ്സിയെ അവളുടെ ഭർത്താവ് മൃഗഡോക്ടറെയും വിളിക്കാൻ. ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകണമെന്നുള്ള അപ്പന്റെ പിടിവാശി ഉപേക്ഷിക്കണം. ഇതിനേക്കാൾ ഭേദം എന്നെ ഒരു പാതിരിയാക്കുന്നതായിരുന്നു. ആശുപത്രിക്ക് പകരം ഒരു ധർമ്മശാലയും. കർത്താവേ, ഇതെന്തൊരു പരീക്ഷണം! ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അപ്പൻ എന്തറിയാം? ഭഗവാനായ ഒരു രോഗിയെ കിട്ടാൻ ഞാൻ കടന്നുപെടുന്ന ആട്. വീട് വീടാന്തരം കയറി ഇറങ്ങി രോഗത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാമോ ഒരു രോഗി ഇവിടെ എത്തിക്കുന്നത്? തൊട്ടപ്പുറത്തെ ആശുപത്രിയിലേക്ക് ചാടാതിരിക്കാൻ കാവൽക്കാരെ വരെ നിർത്തിയിരിക്കുന്നു. എന്നിട്ടോ കാവൽക്കാരന് കൈക്കൂലി കൊടുത്ത് രോഗികളെ തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടി വരെ ഇവിടെ നടക്കുന്നു. ഈ മത്സരക്കളികൾക്കിടയിലാണ് അപ്പന്റെ ഒരു സൗജന്യ ചികിത്സ. അതോടെ എല്ലാം കഴിഞ്ഞ് അപ്പനങ്ങ് സ്വർഗത്തിലേക്കും ആശുപത്രി പെരുവഴിയിലേക്കും. ഞാനിതെങ്ങനെ സഹിക്കും? 10 AC റൂമുകൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ, 100-ലധികം കിടക്കൽ, ലാബുകൾ, മോർച്ചറി, NRE, MRE സ്കാനിംഗ് യൂണിറ്റ്, എല്ലാം വിദേശ നിർമ്മിതം. ഇവയൊക്കെ അടങ്ങുന്ന ഒരു ആശുപത്രിയുടെ നാശത്തേക്കാൾ വലുതാണോ അപ്പൻ ഈ സ്വർഗരാജ്യം? ആശുപത്രി നശിച്ചു വന്നിരിക്കട്ടെ, ആർക്കാ അതിന്റെ നേട്ടം? തൊട്ടപ്പുറത്തെ ബ്ലേഡ് കമ്പനിയായ ഈനാശു മെമ്മോറിയലിന്. അപ്പനെ പലതവണ ചതിച്ചവനാണ് ഈനാശു. ഒരുപാട് സ്റ്റാറ്റസ് ഉള്ള രോഗികൾ വരുന്നിടത്ത് സൗജന്യ ചികിത്സയുമായി ഞാൻ ഇരുന്നാൽ എന്നെ ആരെങ്കിലും വില മതിക്കുമോ? വെറുമൊരു തലവേദനക്കാരനെ പോലും ബ്രെയിൻ ട്യൂമറിൽ എത്തിക്കുകയും ലക്ഷങ്ങൾ ബില്ലെത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ ഡോക്ടർക്ക് എന്ത് സംതൃപ്തി, രോഗിക്ക് എന്ത് സംതൃപ്തി? ഇതിനെ കുറിച്ചൊക്കെ അപ്പൻ എന്തറിയാം? ഒന്നും അറിയില്ല. ആശുപത്രി പണിതെന്ന അപ്പനാണ് നന്ദി. അതിലുള്ള AC റൂമുകൾ ആര് പണിത് തന്നു? വിദേശത്തിൽ നിന്നും മേന്മയേറിയ മെഷീനുകളും ഉപകരണങ്ങളും ആരെത്തിച്ചു തന്നു? ആലീസ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, സൗജന്യ ചികിത്സയ്ക്കായി ഇതൊക്കെ ഉപയോഗിക്കുന്നു നമ്മൾ അറിഞ്ഞാൽ എന്താ സ്ഥിതി? അവൾ ഹൃദയമുരുകി ചാടില്ലേ? പ്രസവ നാളുകൾ എണ്ണിയിരിക്കുന്ന അവൾക്ക് ഇതിന്റെ ആഘാതത്തിൽ അബോർഷൻ സംഭവിച്ചു കൂടുന്നുണ്ട്. അതുകൊണ്ട് അപ്പനോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്റെ ആശുപത്രി ഒഴിച്ച് മറ്റേതെങ്കിലും വഴികൾ തേടുക. എങ്കിൽ ഞാൻ എന്റെ ഈ തീരുമാനം വേണ്ടെന്ന് വെക്കുന്നു. അപ്പോൾ അപ്പന്റെ സ്വർഗരാജ്യം അതിനുള്ള വഴികൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഏത് വഴിക്കായാലും എനിക്ക് സ്വർഗരാജ്യത്തിൽ പോയേ തീരും.
അതിലിങ്ങനെ എഴുതണം: അശരണരെ, പീഡിതരെ, ഇതിലേ നിങ്ങളെ സഹായിക്കാനായി യാക്കോബ് മുതലാളി ഇതാ തയ്യാറായിരിക്കുന്നു. കടന്നു വരിക, കടന്നു വരിക. കടന്നു വരുന്നവന്റെ കൈകൾ നിറയ്ക്കപ്പെടും, ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. അന്നം കൊണ്ട് അവന്റെ ഭവനം മുങ്ങിപ്പോകും. അങ്ങനെ ധനികൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നതാണെന്ന വചനം തിരുത്തിക്കുറിക്കും. അതിലൊരു പ്രശ്നമുണ്ടല്ലോ ചാർലി. എന്തു പ്രശ്നം? ഈ അപ്പന്റെ പഴയകാല കഥകൾ അറിയുന്ന ആരെങ്കിലും ഇത് വായിച്ചിട്ട് ഇങ്ങോട്ട് വരുമോ? അപ്പോൾ പിന്നെ എന്തു ചെയ്യും? എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് സ്വർഗരാജ്യത്തിൽ കയറിപ്പറ്റണം. വലിയ ചെലവില്ലാതെ അവിടെ കയറിപ്പറ്റാൻ ഒരു മാർഗമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അപ്പൻ നേരെ നരകത്തിലേക്ക് അങ്ങ് ചെല്ലണം. നരകത്തിലേ ചെല്ലുവെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. നരകത്തിൽ ചെന്നാൽ ആദ്യം കുറച്ചു ദിവസത്തേക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും. വർഷങ്ങളായി അവിടെ തീയിലും പുകയിലും കിടന്നുരുകുന്ന ആത്മാക്കളെ അപ്പനങ്ങ് സംഘടിപ്പിച്ചെടുക്കണം. അതിനാണ് തന്ത്രം വേണ്ടത്. അതിനപ്പൻ മോശക്കാരനല്ലല്ലോ. എല്ലാവരും അപ്പന്റെ കീഴിൽ സംഘടിക്കപ്പെട്ടാൽ നേരെ ഉഗ്രനൊരു പ്രകടനമങ്ങ് നടത്തണം. നരകത്തിലെ സ്ഥിതിഗതികൾ താറുമാറാകുമ്പോൾ ദൈവം അപ്പനെ സന്ധി സംഭാഷണത്തിന് വിളിക്കും. കാര്യങ്ങളുടെ നീക്കം ഭൂമിയിലെ പോലെ ആകും അവിടെയും. അങ്ങനെ വന്നാൽ ദൈവം അപ്പന് നേരെ സ്വർഗരാജ്യം വെച്ച് നീട്ടും. അപ്പനാദ്യം അത് വീറോടെ വേണ്ടാമെന്ന് പറയണം. എനിക്ക് എന്റെ കാര്യത്തെക്കാൾ വലുത് ഇവിടെയുള്ള പാപങ്ങളുടെ കാര്യത്തിലാണെന്ന് അലക്കി വിടണം. വീണ്ടും ദൈവം സ്വർഗരാജ്യം നീട്ടിപ്പിടിക്കും. പിന്നെ ഇടം വലം നോക്കരുത്, ചാടി വാങ്ങിച്ചേക്കണം. എന്തു പറയുന്നു? നല്ല നിർദ്ദേശം. പക്ഷേ ഒരു കാര്യം, ഈയിടെ അന്തരിച്ച നമ്മുടെ ഒരു നേതാവ് നേരെ അങ്ങോട്ടാണല്ലോ പോയിരിക്കുന്നത്. പുള്ളിക്കാരൻ ചിലപ്പോൾ ഇതും ഇതിലപ്പുറവും പയറ്റിയിട്ടുണ്ടാകും. ഇനി അങ്ങേര് തന്നെ ദൈവത്തിന്റെ കസേരയിൽ കയറി ഇരിപ്പുണ്ടോ എന്നാണ് എന്റെ സംശയം. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ കണ്ടിട്ട് അങ്ങനെയും തോന്നുന്നുണ്ട്. ഇവിടെ ഉള്ളപ്പോഴും അങ്ങേർക്ക് ദൈവവുമായി നല്ല പിടിപാടായിരുന്നു. അപ്പോൾ പിന്നെ പുണ്യകർമ്മങ്ങൾ ചെയ്ത് അങ്ങോട്ട് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. പരമകാരുണ്യവാനായ ദൈവമേ, എനിക്കങ്ങയോടൊപ്പം
പരലോകവാസം അനുഷ്ഠിക്കണം. ഇഹലോകത്തിൽ യാക്കോബ് സ്വർഗീയ ജീവിതം നയിച്ചു. പരലോകത്തും ഈ യാക്കോബ് മുതലാളി സർവസുഖ സൗഭാഗ്യങ്ങളോടും കഴിയണം. അതിനായി എത്ര മെഴുകുതിരി കത്തിക്കുവാനും കുന്തിരിക്കും പുകയ്ക്കുവാനും ഞാൻ തയ്യാറാണ്. പരമകാരുണ്യവാനായ ദൈവമേ, പരലോക ജീവിതവും സുഖകരമാക്കണമേ. ഞാനൊരു വഴി കണ്ടിരിക്കുന്നു, ഉത്തമമായ വഴി. അപ്പനെ ഉടനോടെ സ്വർഗത്തിലെത്തിക്കാം. നമ്മൾ 2 ഗുണ്ടകളെ ഏർപ്പാട് ചെയ്യുന്നു. ഗുണ്ടകളോ? അതെ, ഗുണ്ടകൾ. എന്തേ അപ്പൻ ഇന്ന് വരെ ഗുണ്ടകളെന്ന് കേട്ടിട്ടില്ല? ഗുണ്ടകൾ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഗുണ്ടകളാണെന്ന് തിരിച്ചറിയാനാവാത്ത വീടുകൾ തോറും കയറിയിറങ്ങും. സമൂഹത്തിലെ വ്യത്യസ്തരായ ആൾക്കാരെ കണ്ടെത്തും. കള്ളന്മാർ, മദ്യപാനികൾ, അഭിസാരിണികൾ, വിധവകൾ, അവരെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ അവർക്ക് ധാരാളം പണം നൽകും. ഇന്ന സഹായങ്ങൾ കിട്ടി പുണ്യവാനായ യാക്കോബ് മുതലാളിക്ക് നന്ദി എന്നു നമ്മൾ അവരോട് എഴുതി വാങ്ങും. ഈ രേഖകൾ മരിച്ചു കഴിയുമ്പോൾ അപ്പന് കൂടെ കൊണ്ടുപോകുകയും സ്വർഗരാജ്യത്ത് കഴിയുവാനുള്ള മതിയായ രേഖകളായി ഹാജരാക്കുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടി പ്രായോഗികമായ നടപടിയെന്ന്. എങ്കിൽ നമുക്ക് ആ രേഖയുടെ റഫുണ്ടാക്കി പ്രിന്റ് ചെയ്യാം. പിന്നീട് കക്ഷികളുടെ പേരും മേൽവിലാസവും ചേർത്ത് ഒപ്പുവെച്ചാൽ മതിയല്ലോ. തൽക്കാലം നമുക്ക് ആ രേഖകളെ സംഭാവനാ ചീട്ടുകളെന്ന് വിളിക്കാം. ഇനിയാണ് പ്രശ്നം. എന്ത് പ്രശ്നം? അശരണരെയും ആലംബഹീനരെയും മുൻനിർത്തിയുള്ള വകുപ്പ് വിഭജനം. ഓരോ വകുപ്പിലും പെട്ടവർക്കുള്ള തുക നിശ്ചയം. കള്ളൻ, മദ്യപാനി, അഭിസാരിണി, വിധം ഇവർക്കൊക്കെ എത്ര? തെണ്ടി, കുഷ്ഠരോഗി, ഭ്രാന്തൻ, നല്ലവരായ അയൽക്കാർ ഇവർക്കൊക്കെ. അത് തീരുമാനിച്ചില്ലെങ്കിൽ നമ്മൾ വലഞ്ഞു പോകും. അതെ അതെ, സൽക്കർമ്മത്തിനും ഒരു കണക്ക് വേണമല്ലോ. ആറ്റിലായാലും അളന്നു വേണമല്ലോ. എന്തായാലും വേണ്ടില്ല,
സ്വർഗതുല്യമായ ഇഹലോക ജീവിതത്തിനു ശേഷം പരലോകത്തും എനിക്ക് സ്വർഗീയ ജീവിതം തുടരണം. അപ്പാ ഒന്ന് സമാധാനിക്ക്. അതിനുള്ള വഴിയല്ലേ ഞങ്ങൾ തിരയുന്നത്. ആദ്യം വരുന്നവർക്ക് വാരിക്കോരി കൊടുത്ത പിന്നാലെ വരുന്ന കള്ളനും മദ്യപാനിയും ഒക്കെ ഒന്നും കിട്ടാതെ നിരാശരായി പോകേണ്ടി വരില്ലേ? വരും. എന്തായാലും വേണ്ടില്ല. സ്വർഗതുല്യമായ ആയതിനാൽ ആദ്യ വകുപ്പിൽ വരുന്നവർക്ക് 1001, രണ്ടാമത്തെ വകുപ്പിൽ വരുന്നവർക്ക് 501 സംഭാവനയായി നൽകാം. ഈ രണ്ടു കൂട്ടത്തിലും പെടാത്തവർ വന്നാലോ? അത് വരുമ്പോൾ തീരുമാനിക്കാം. പക്ഷെ ഇവരെ എങ്ങനെയാണ് തരംതിരിക്കുക? അതാണ് ചാർലി ഏറ്റെടുക്കേണ്ടത്. ചാർലി പുറത്തും അപ്പനകത്തും ഇരിക്കട്ടെ. ചാർലി പുറത്തു വച്ച് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് കള്ളൻ, ഇത് മദ്യപാനി, ഇത് അഭിസാരിണി, വിധവ എന്ന് തരംതിരിക്കണം. അവരെ സ്ലിപ്പുകളോടെ അപ്പന്റെ മുറിയിലേക്ക് കടത്തിവിടണം. തെറ്റുപറ്റാതിരിക്കാൻ അപ്പൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കള്ളനുള്ളത് മദ്യപാനിക്കും, മദ്യപാനിക്കുള്ളത് നല്ലവനായ അയൽക്കാരനും കൊടുത്ത് ദൈവശിക്ഷ അപ്പന്റെ മേൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് വേണമെങ്കിലും ചെയ്തോ. സ്വർഗതുല്യമായ ഇഹലോക ജീവിതത്തിന് ശേഷം പരലോകത്തും എനിക്ക് സ്വർഗീയ ജീവിതം തുടരണം. അപ്പാ അതല്ലേ ഈ പറഞ്ഞു വരുന്നത്. ഇനി അപ്പന്റെ ഊഴമാണ്. കള്ളനാണ് മുന്നിലേക്ക് വരുന്നതെങ്കിൽ 1001 രൂപ കൊടുത്തപ്പൻ ഇങ്ങനെ പറയണം: മകനെ, നീ മോഷ്ടിക്കരുത്, മോഷ്ടിക്കരുത്, മോഷ്ടിക്കരുത്. അന്യന്റെ മുതൽ അപഹരിക്കുന്നത് പാപമാണ്. പിന്നെ ഇനിയുമുള്ള നിന്റെ ജീവിതം ദൈവപ്രമാണങ്ങൾ പോലെ 10 കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് രേഖയിൽ ഒപ്പിട്ട് വാങ്ങിക്കണം. ഒപ്പിട്ട് വാങ്ങിക്കാൻ ഒരിക്കലും മറക്കരുത്. ഒരു സംശയം ചോദിക്കരുത്. നമ്മൾ ഈ കൊടുക്കുന്ന കാശും കൊണ്ട് ചെന്ന് കള്ളൻ ഒരു വൻ കൊള്ള നടത്തുവാനുള്ള ഉപകരണങ്ങൾ വാങ്ങിയാലോ? വാങ്ങിച്ചോട്ടെ. കൊടുക്കാനുള്ളത് കൊടുത്ത് വേണ്ട ഉപദേശങ്ങളും നൽകിക്കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മം തീർന്നു. ദൈവത്തിന് അത് മതി. പിന്നീട് അവൻ പോയി സർക്കാർ ഖജനാവ് കൊള്ളയടിച്ചാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. കൊലപാതകയ്ക്കും പിമ്പിനും അഭിസാരിണിക്കും പണം കൊടുത്തുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ അല്പസ്വല്പ വാചകമാറ്റത്തോടുകൂടി അപ്പനങ്ങ് പറഞ്ഞേക്കണം. അപ്പോൾ വിധവയോടോ? ആ കാശ് കൊടുത്ത് പുതിയൊരു ഭർത്താവിനെയും തരപ്പെടുത്തി സന്തോഷകരവും ആവേശകരവുമായ ലൈംഗിക ജീവിതം നയിക്കാൻ പറയും. പ്രകൃതി തന്ന പൊന്മേനി വായലും അഴുക്കുമൊന്ന് നിറയേണ്ടതല്ലെന്ന നന്മ നിറഞ്ഞൊരു വരിയും അവൾ കോതി കൊടുക്കും. സമ്മതിച്ചു. പക്ഷേ വേറൊരു പൊല്ലാപ്പ്. അതെന്താ? തെണ്ടിയോട് തെണ്ടരുതെന്ന് പറയാം. കുഷ്ഠരോഗിയോടോ നാടുവിടാൻ പറയണം. അല്ലെങ്കിൽ വയറ് മറച്ച് തിന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ പറയണം. അതുമല്ലെങ്കിൽ ആ പണം കുഷ്ഠരോഗ ആശുപത്രിയിലെ ഡോക്ടർക്ക് കൈമാറ്റം ചെയ്ത് നല്ല ഒരു കിടക്ക തരപ്പെടുത്താൻ പറയണം. അപ്പോൾ നല്ലവരായ അയൽക്കാരൻ എന്ത് ചെയ്യും?
നല്ലവനായ അയൽക്കാരനോട് അപ്പൻ ഇങ്ങനെ ചോദിക്കണം, നല്ലവനായിട്ട് നീ എന്തു നേടി? അപ്പോൾ അവൻ പറയും, ദാരിദ്ര്യം, രോഗം, കണ്ണുനീര്, വഞ്ചന. അപ്പോൾ അപ്പൻ പറയണം, നീ എന്റെ കാശ് കൊടുത്ത് മദ്യപാനം തുടങ്ങുക, അപ്പോൾ നിന്റെ കണ്ണുകൾ തുറക്കും, ഭൂമിയിൽ സന്തോഷമെന്തെന്ന് നീ അറിയും, പതുക്കെ നീ ഒരു ധനവാനായി തീരും. മദ്യപാനിയോടപ്പൻ പറയണം, നീ എന്റെ കാശ് കൊടുത്തു നല്ലവനായ അയൽക്കാരനെ പോലെ നന്മ ചെയ്ത് ജീവിക്കുക, ഇതിന്റെയൊക്കെ മെച്ചം ഭാവിയിൽ രണ്ടുപേർ തുല്യരായിക്കൊള്ളും. എന്റെ മക്കളെ, ഞങ്ങളുടെ പിതാവേ, എനിക്ക് സ്വർഗരാജ്യം ഉറപ്പാക്കാമല്ലോ അല്ലേ? എന്താ സംശയം? എങ്കിൽ നിങ്ങൾ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്യും. ഈ രാത്രിയിലോ? ഈ രാത്രി തന്നെ സ്വർഗരാജ്യത്തെത്തും വരെ എനിക്ക് സമാധാനമില്ല. ഭൂമിയിലെ ആവർത്തനമായ സുഖങ്ങൾ എനിക്ക് മടുത്തിരിക്കുന്നു. സ്വർഗരാജ്യം ഉറപ്പിക്കും വരെ നമുക്ക് വിശ്രമമില്ല. ഇടയ്ക്കൊരു കാര്യം കൂടി സ്വകാര്യമാണ്, ഗുണ്ടകളോട് പറയണം. അഭിസാരണികളെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ നിന്നും അമ്മിണിയെയും മറിയാമ്മയെയും ഒഴിവാക്കണം. എനിക്ക് അവരോട് ആ പണി നിർത്താൻ പറയാൻ പറ്റില്ല. അതെന്താപ്പ? അതൊരു വലിയ കഥയാ, നിങ്ങൾ അറിയണ്ട. ഇന്നലെ പാതിരാ വരെ തെരച്ചിലായിരുന്നു. എല്ലാ വകുപ്പിലൂടെയും ഒരു 5-10 തരപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 1000 പേരെയെങ്കിലും ഒപ്പിക്കാമെന്നാ കരുതിയത്. ഒക്കെ തെറ്റി മുതലാളി. അന്വേഷിച്ച് ചെന്നപ്പോഴല്ലേ അറിയുന്നത് കള്ളനും കൊള്ളക്കാരും കുഷ്ഠരോഗികളും ഒന്നുമില്ലെന്ന്. എന്തേ അച്ഛനായോ? അച്ഛൻ ഞങ്ങൾക്ക് അറിയാവുന്നവർ പോലും പറയുന്നത് നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന എളിയ നന്മ എങ്ങനെ തെറ്റാമെന്നാണ്. കള്ളന്മാർ പറയുന്നു നാടിന്റെ സമതുലനാവസ്ഥ നിലനിർത്താൻ അവർ ചെയ്യുന്ന സേവനം എങ്ങനെ തെറ്റാവുമെന്ന്. ഞങ്ങൾ വലഞ്ഞു മുതലാളി. ഇപ്പൊ കിട്ടിയതിനൊക്കെ പിടിച്ചു പിടിയാനെ കൊണ്ടുവന്നതാ. സാമൂഹ്യ സേവനം നടത്തി കാലാകാലങ്ങളായി അവർ നേടിയ നന്മകൾ നിസ്സാര തുകയ്ക്ക് മുതലാളിക്ക് നൽകാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് മുതലാളി പറഞ്ഞ സംഖ്യ അല്പം ഒന്ന് കൂട്ടണം, ഇല്ലെങ്കിൽ അവരങ്ങ് തിരിച്ചു പോകും. മുതലാളിയുടെ ഈ പദ്ധതി വെള്ളത്തിലുമാവും. എത്ര കൂട്ടണം? 1001 2001 ആക്കണം. 501 1001. ശരി, ആക്കിയിരിക്കുന്നു. വിളിച്ചോണ്ട് വാ.
വീടിനൊത്ത മുറി. കക്കണമെങ്കിൽ ഇതുപോലുള്ള വീടുകളിൽ കയറി കക്കണം. മകനെ, നീ എന്തിനാണ് അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്? നിനക്കറിയില്ലേ ഇതൊക്കെ തെറ്റാണെന്ന്? ഈ പണവുമായി ചെന്ന് നീ ഒരു കച്ചവടം തുടങ്ങണം. ഇനി മേലിൽ നീ കക്കരുത്, കള്ളം പറയരുത്. മുതലാളി, ഞാൻ ഇതിൽ ഒപ്പിടണമെങ്കിൽ മുതലാളി ഒരു കാര്യം ചെയ്യണം. ഈ പണം എടുത്ത് മേശയ്ക്കകത്ത് വെച്ച് താക്കോലിട്ട് മുതലാളിയുടെ കീശയിലിട്ട് കണ്ണു മുടച്ച് കിടന്നുറങ്ങുന്നത് പോലെ ഇരിക്കണം. ഇതെന്റെ അവസാനത്തെ മോഷണമായതുകൊണ്ട് എനിക്ക് ഈ പണം കട്ട് തന്നെ എടുക്കണം. നേരിൽ പണം വാങ്ങുന്നത് കള്ളന്മാർക്ക് ചേർന്ന പണിയല്ല മുതലാളി. ചാർലി, ഞാൻ ഭാവി 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 ഇരിക്കെ 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 ഇരിക്കെ. എന്തേ ഇരയ്ക്കുന്നത്? ആസ്മയുണ്ടോ? ഞാൻ ഭാവി ഈ പണക്കെട്ടെടുത്ത് സംഭാവന ചീട്ടിലൊപ്പിട്ട് വേഗം പൊക്കോ, വേഗം പൊക്കോ. ഇങ്ങനെ ചിരിക്കരുത്, ഇങ്ങനെ ചിരിക്കരുത്. കള്ളക്കുട്ടന് പനിക്കുന്നുണ്ടോ? പോ പോ, പുറത്തേക്ക് പോ. എന്നെ പാപിയാക്കാതെ, എന്നെ പാപിയാക്കാതെ. ഞാൻ ഈ സംഭാവന ചീട്ട് പൂരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഒപ്പും പണവും സ്വീകരിക്കുന്നില്ല. പോകരുത്, പോകരുത്, പോകരുത്. ജോലി ഒന്നും ചെയ്യാതെ ഒന്നും സ്വീകരിക്കരുതെന്ന് എന്റെ അച്ഛൻ ഈ പണിക്ക് വിടുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു നല്ല മകളാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അനേകം ദുഃഖിതർക്ക് സുഖവും സന്തോഷവും നൽകി നേടിയ പുണ്യം നിങ്ങൾക്ക് തരുന്നതിൽ എനിക്ക് ഒട്ടും മടിയില്ല. നിങ്ങൾ അടുക്കുന്ന മട്ടില്ല. ഞാനിതാ പോകുന്നു. ഞാൻ
എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? എനിക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട. എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതെന്റെ അവസാന ജോലിയാണ്. മനഃപൂർവ്വം ചെയ്ത് പണം സ്വീകരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തെറ്റില്ല, തെറ്റില്ല. നീ പറഞ്ഞതും ന്യായം. അതും ഒരു പുണ്യപ്രവൃത്തിയാണ്. അടുത്തത് ആരാടാ? ഒരു വിധവയാണപ്പ. കർത്താവേ, അവരുടെ ഒരു ഒപ്പിന് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യണം? മോനെ, ഇനി നിന്റെ ഊഴമാണ്. അപ്പന് വേണ്ടി നീ ഇത് ചെയ്തു തരണം. എന്റെ പണം നീ കൊടുത്താലും അപ്പൻ കൊടുത്താലും പുണ്യം അപ്പന് തന്നെ. ഒപ്പ് മേടിക്കാൻ മറക്കരുത്. അതിനു വേണ്ടി അവള് പറയുന്നതൊക്കെ ചുളിവിലങ്ങ് ചെയ്തേക്ക്. അപ്പനാകെ തളർന്നിരിക്കുന്നു. അല്പം വിശ്രമിക്കട്ടെ. നിങ്ങൾ സുന്ദരിയാണ്, ചെറുപ്പവും, ഒരു വിവാഹമൊക്കെ കഴിച്ച് ദാമ്പത്യ ധർമ്മം നിർവഹിച്ച് സുഖമായി കഴിഞ്ഞുകൂടി. ഇനി ഒരു വിവാഹം അതിന് ഉത്തമനായ ഒരുവനുമായേ ഉണ്ടാകൂ. കഴിഞ്ഞ ജീവിതം ഓർക്കാൻ കൂടി കഴിയാത്ത വിധം പീഡന പരമ്പരയായിരുന്നു. നിങ്ങൾ കരയാതിരിക്കും. നിങ്ങൾക്ക് ഉത്തമനായ ഒരു ഭർത്താവിനെ തന്നെ ലഭിക്കും. ഈ പണം വാങ്ങി സംഭാവന ചീട്ടിൽ ഒപ്പിട്ട് തന്നോളൂ. സ്വന്തം അപ്പന് വേണ്ടി അപ്പന്റെ പരലോക ജീവിതം പോലും സുഖകരമാക്കാൻ പരിശ്രമിക്കുന്ന നിങ്ങളെക്കാൾ ഉത്തമ പുരുഷൻ ആര്? പോരാത്തതിന് നിങ്ങൾ സുന്ദരനും അവിവാഹിതനുമാണ്. ഞാൻ
വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വിധവയെ വിവാഹം ചെയ്താൽ നിങ്ങൾക്ക് പുണ്യം കൂടുകയേ ഉള്ളൂ. വിധവയുടെ കണ്ണീരൊപ്പുന്നവൻ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരും. പ്രസവം അടുത്തപ്പോ നീ അവളെ തട്ടിയെടുത്തു. ഈ അപമാനം ഞങ്ങൾ സഹിക്കില്ല. ഈ ഗർഭം നമുക്കുള്ളതാണ്. ഇവിടെ അടുക്ക്. ഇനി നമുക്ക് ഇതിന് എന്ത് കാര്യം? ഇവന്റെ കാര്യം ഇവനോട് ആൾക്കാർ നോക്കിയോ? വിട്ടിയോ? ജീവനോടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു ഉഗ്രൻ കേസായിരുന്നു. വരും.
ഇതൊരു നല്ല സൂചനയാണല്ലോ മോനെ. ഇതിനാണോ നീ വിഷമിക്കുന്നത്? നീ അവളെ കൊല്ലുമ്പോൾ, നീ അടി വാങ്ങുമ്പോൾ അപ്പൻ സ്വർഗരാജ്യം സ്വന്തമാക്കുകയായിരുന്നു. എന്തൊരു ദിവ്യമായ നിമിഷങ്ങൾ! ഞാനും അപ്പൻ പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നമ്മളിൽ ഒരാൾ ചോര കണ്ടാൽ അതൊരു ശുഭലക്ഷണമാണ്, സംശയമില്ല. അപ്പൻ സ്വർഗരാജ്യം ഉറപ്പിച്ചിരിക്കുന്നു. എവിടെ എന്റെ മേഴ്സി? അപ്പൻ സ്വർഗരാജ്യം സ്വന്തമാക്കിയ വിവരം അവളെ പിയാനോയിലൂടെ ലോകത്തെ അറിയിക്കട്ടെ. വിളിക്കെന്റെ മോളെ. മേഴ്സി, நாடியே ஏகலாம் வாரும் கோட்டை கேகலாம் வாரும் கோட்டை கேகலாம் வாரும். പെട്ടെന്ന് ഉരുളിപ്പാടുണ്ടായി. അതോടൊപ്പം ഞങ്ങൾ 10 പേരും സ്വർഗ കവാടത്തിലെത്തി. ഞാൻ എന്തുകൊണ്ടും പിറകിലായിരുന്നു. അവർ 9 പേരും ആ കവാടത്തിലൂടെ അപ്രത്യക്ഷരായി. ഞാനും കവാടം കടക്കാൻ ശ്രമിച്ചു. പക്ഷേ പിന്നിലേക്ക് തെറിച്ചു വീണു. വീണ്ടും ശ്രമിച്ചു, സാധിച്ചില്ല. എന്റെ ഈ ശരീരം കടന്നു പോകാൻ തക്ക വിധം കവാടത്തിനു വലിപ്പമില്ലായിരുന്നു. അപ്പൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൻ കണ്ട ആ 10 വടികൾ അപ്പൻ ചെയ്ത 10 പുണ്യപ്രവർത്തികളാണ്. അതിനർത്ഥം സ്വർഗരാജ്യത്ത് കടക്കാൻ അപ്പൻ മറ്റാരെക്കാളും യോഗ്യനാണെന്നാണ്. പക്ഷേ പ്രശ്നമതല്ല. സ്വർഗരാജ്യ കവാടം അപ്പന്റെ തടിക്കനുസരിച്ച് വലുതാവുകയില്ല. പകരം അപ്പൻ ചെറുതാകേണ്ടിയിരിക്കും. ഇനി നമ്മൾ അപ്പന്റെ തടി കുറയ്ക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നീ അകത്തു പോ. ശുഭസൂചകമായ എന്തെങ്കിലും ലഭിക്കുമ്പോൾ ചാർലി നിന്നെ വിളിക്കും. പിയാനോ വായിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പൻ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകാൻ കഴിയും. നമ്മൾ ചെയ്ത പുണ്യപ്രവൃത്തികളെല്ലാം വെള്ളത്തിലാവുകയും ചെയ്യും.
ഇന്നേ വരെ ഒരു മക്കളും അപ്പനോട് പറയാത്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് പറയുന്നതിൽ അതീവ ദുഃഖവുമുണ്ട്. കിട്ടാൻ പോകുന്ന സ്വർഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് വെറും നിസ്സാരം. അപ്പന്റെ തടി കുറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇടയിലെ പൊതു പ്രശ്നം. യുദ്ധം നടക്കുമ്പോൾ ഒരു സേനാനായകൻ അറിയാം എന്തു ചെയ്യണമെന്ന്. ഒരു ബോംബ് എറിഞ്ഞാൽ സംഗതി ശുഭം. ജനം പട്ടിണി കിടന്ന് വലയുമ്പോൾ ഒരു ജനനായകൻ അറിയാം എന്തു ചെയ്യണമെന്ന്. കുടിവെള്ളത്തിൽ അല്പം വിഷം, സംഗതി ശുഭം. രോഗി വയറുവേദന എടുത്ത് പുളയുമ്പോൾ അതുപോലൊരു ഓപ്പറേഷൻ. ആശാരി തടിയുടെ കനം കുറയ്ക്കുന്നത് പോലെ അപ്പന്റെ ശരീരം ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പന് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ ഇടയിൽ ഒരു മാർഗമേ ഉള്ളൂ. അപ്പൻ അതിനെ സഹകരിക്കുകയാണെങ്കിൽ എല്ലാം ഭംഗിയാകും. അപ്പന്റെ ശരീരം ഒരു കുമ്പാളയുടെ അത്ര ചെറുതാവുകയും മിനുസമുള്ളതാവുകയും അപ്പന് ഞങ്ങൾ ഈ കസേരയോടെ ബന്ധിക്കും. തിന്നാനും കുടിക്കാനും ഒന്നും തരില്ല. ജീവൻ നിലനിർത്താനായി ഇടയ്ക്കിടെ അല്പം വെള്ളം തരും. ആ കിടപ്പിൽ കിടന്ന് അപ്പൻ ചുരുങ്ങും. മറ്റാരുടെയും സഹായമില്ലാതെ കെട്ടുകളിൽ നിന്നും ഊരിപ്പോരുന്ന അവസ്ഥയിലേക്ക് അപ്പൻ എത്തിയാൽ ഓർത്തുകൊള്ളുക, സ്വർഗരാജ്യത്തിന്റെ കവാടം കടക്കാൻ അപ്പന് കഴിയുമെന്നും അപ്പൻ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീർന്നുവെന്നും. മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ചെയ്യും. അപ്പന്റെ മുന്നിൽ ധാരാളം പഴവർഗ്ഗങ്ങളും വീഞ്ഞും നിരത്തും. വിശപ്പാളി കത്തുമ്പോൾ അതിൽ നിന്നും ഒന്ന് എടുത്ത് കഴിച്ച് ജീവനൊടുക്കിയാ മതി എന്ന് അപ്പന് തോന്നും. തോന്നൽ മൂത്തപ്പൻ അലറും. ആരും വരില്ല. കുറെ അലറിക്കഴിയുമ്പോൾ അപ്പൻ തളരും. മുന്നിൽ രുചിയേറിയ ആഹാരം, പിന്നിൽ വിശന്ന് തളർന്ന് അപ്പൻ. തടി കുറയാൻ ഇതിൽ പരം എന്ത് വേണം? ഇതൊരു വൃതാനുഷ്ഠാനമായി അപ്പൻ കണ്ടാൽ മതി. ഇതുവരെ നോമ്പ് നോക്കാത്തതിന്റെ പാപവും ഇതോടെ തീരും. എന്താ, സമ്മതമല്ലേ? നിങ്ങൾ പറഞ്ഞതിലും അല്പം കാര്യമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ 3 നേരവും നിങ്ങൾ തരാമെന്ന് പറഞ്ഞ പച്ചവെള്ളത്തിൽ ഒരു ഭേദഗതി വരുത്തിക്കൂടെ? പച്ചവെള്ളത്തിൽ അല്പം നാരങ്ങാനീര് കൂടി. സാധിക്കില്ലപ്പാ, സാധിക്കില്ല. നാരങ്ങാനീരിൽ വൈറ്റമിനുകൾ അടങ്ങിയിരിക്കുന്നു. അതപ്പന്റെ ശരീരം കൂടുതൽ തടിക്കാൻ കാരണമാക്കുമെന്ന് ഞങ്ങൾ ഭയക്കുന്നു. എങ്കിൽ പിന്നെ മേശപ്പുറത്തിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അതെടുത്ത് മാറ്റിക്കൂടെ? അപ്പ അത് നടക്കുന്ന കാര്യമല്ല. ലൗകിക സുഖങ്ങളിൽ നിന്നുള്ള താൽക്കാലിക മോചനമാണ് ആ ഭക്ഷണം നിർത്തുന്നതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. ഇതൊരു മനഃശാസ്ത്രപരമായ സമീപനമാണ്. കൊതി മൂത്ത് മൂത്ത് കരയുക. കരഞ്ഞ് കരഞ്ഞ് അപ്പന്റെ വണ്ണം കുറയുന്നു. അപ്പന്റെ അടുത്ത നിർദ്ദേശം വരുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയുമില്ല.
വെള്ളവും തരുന്നു. സ്വർഗരാജ്യത്ത് ചെല്ലുമ്പോൾ അപ്പൻ ദൈവത്തോട് എന്നെ കുറിച്ച് പറയണം. ഒരു ഉമ്മ അല്ലാതെന്താ? ഞാൻ എന്റെ ഭർത്താവിനല്ലാതെ മറ്റാർക്കാണ് അത് നൽകുക? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അന്ന് പേപ്പറിൽ ഒപ്പുവെക്കുമ്പോൾ പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നോ? വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത്, വാഗ്ദാനങ്ങൾ തന്നത് നിങ്ങളൊന്നും പാലിച്ചില്ല. പക്ഷേ ഞാൻ അതെല്ലാം ഓർക്കുന്നു. ഞാനിപ്പോൾ ഗർഭിണിയാണ്. അങ്ങനെ പറ്റിപ്പോയി. അയൽപക്കത്തെ വൈദ്യുതി ചേട്ടനാണ് ആള്. കുറെ നാളായി പുറകെ നടക്കുന്നു. ഒരാണല്ലേ, എത്രയെന്നാ ഇങ്ങനെ പുറകെ? വാഗ്ദാനം തന്നതുകൊണ്ട് ഞാനത് സമ്മതിച്ചു കൊടുത്തു. സാരമില്ല, നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് വേണ്ടെന്ന് വെക്കാം. എന്താ എന്റെ കണ്ണുമുത്തനൊന്നും മിണ്ടാത്തത്? അഥവാ ഞാൻ നിന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. ഞാൻ എന്റെ നാട്ടിലങ്ങ് പോകും. ഞാൻ ഒപ്പുവെച്ച സംഭാവന ചീട്ട് കൊണ്ടുപോകും. അഥവാ നിങ്ങൾ അത് തന്നില്ലെങ്കിൽ ഞാനത് സ്വയമേവ പിൻവലിച്ചുവെന്ന് ദൈവത്തോട് പറയും. ഒരു ചതിയിലൂടെയാണ് നിങ്ങൾ അത് നേടിയെടുത്തതെന്ന് ദൈവത്തിനും അറിയാം. 10 സംഭാവന ചീട്ടുകൾ, 10 പടികൾ, ബന്ധനസ്ഥനായ അപ്പൻ.
ഇത് യാക്കോവിൻ്റെ ശവകുടീരമാണ്. ഇവിടെ നിന്ന് പോയവരെ നിങ്ങൾക്കറിയുമല്ലോ. എല്ലാ സ്ഥാനമാനങ്ങളും നൽകിയാണ് അവർ അപ്പനെ അടക്കം ചെയ്തിരിക്കുന്നത്. എല്ലാ ആഴ്ചകളും അവർ അപ്പന് പൂക്കൾ അർപ്പിക്കാറുണ്ട്. കാലം കഴിയുമ്പോൾ അവർ ഈ വഴി വന്നില്ലെന്നിരിക്കും. അവർ അപ്പനെ മറന്നു എന്നും വരാം. ചിലപ്പോൾ അവർ ഓരോ ശവകുടീരങ്ങളിൽ ഒടുങ്ങിയെന്നും വരാം. നമ്മുടെ കാര്യവും വ്യത്യസ്തമല്ല. ഒരു പക്ഷേ മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ നരകത്തിൽ ചെല്ലുമ്പോൾ അത് ഉറപ്പല്ലേ. നമുക്കെവിടെ യാക്കോവിനെ പോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പണവും നേരവും? അങ്ങനെയെങ്കിൽ നിങ്ങൾ നരകത്തിലെ കിളിവാതിലൂടെ സ്വർഗത്തിലേക്കൊന്ന് പാളി നോക്കാൻ മറക്കരുത്. അവിടെ ദൈവത്തിൻ്റെ ഖസാരയിൽ യാക്കോ മുതലാളി ഇരിപ്പുണ്ടോ എന്നറിയാൻ. എന്താ, മറക്കുമോ നിങ്ങൾ? ഇത് യാക്കോവിൻ്റെ ശവ